ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ 14ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്രാഞ്ച് അക്കൗണ്ട്സിലെ 2ാമത്തെ പാർട്ട്. നമ്മൾ 13ാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തത് ബ്രാഞ്ച് അക്കൗണ്ടിലെ 1ാമത്തെ പാർട്ടായിരുന്നു. അതിൽ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ഒരു ബ്രാഞ്ച് ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് അതിൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന മെത്തേഡാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ടിങ്. അതായത് ഓൾമോസ്റ്റ് അക്കൗണ്ട്സ് എല്ലാം ഈ ഒരു കേസിൽ ഹെഡ് ഓഫീസ് തന്നെ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. എന്നാൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ടിങ് ആണ്. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഓരോ ബ്രാഞ്ചിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡബിൾ എൻട്രി മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്, ഡബിൾ എൻട്രി അക്കൗണ്ടിങ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. അതുപോലെ തന്നെ ട്രയൽ ബാലൻസും ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അവസാനമായിട്ട് ബാലൻസ് ഷീറ്റും അത് പ്രിപ്പയർ ചെയ്യും. എങ്കിൽ കൂടെ നമുക്കറിയാൻ പറ്റും ഈ ബ്രാഞ്ച് എന്നുള്ളത് ഒരു സെയിം ബിസിനസ് പെട്ട ഒരു ഗ്രൂപ്പ് തന്നെയാണ് ബ്രാഞ്ച്. അതുകൊണ്ട് തന്നെ അത് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ബിസിനസ്സിൻ്റെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഷെയർ മാർക്കറ്റിലൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, ഒരു ടാറ്റ ഗ്രൂപ്പിൻ്റെ നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൺസോളിഡേറ്റഡ് റിപ്പോർട്ടാണെങ്കിൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് കിട്ടുക. അതായത് ആ ഒരു ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള എല്ലാ എൻറ്റിറ്റീസും അല്ലെങ്കിൽ എല്ലാ ബ്രാഞ്ചിൻ്റെയും കൂടെ കൺസോളിഡേറ്റ് ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് നോർമലി സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ മറ്റ് റിപ്പോർട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ ബ്രാഞ്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുമെങ്കിൽ കൂടെയും അവസാനം ഈ എല്ലാ അക്കൗണ്ടും കൂടെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഹെഡ് ഓഫീസാണ് നോർമലി ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ റിപ്പോർട്ടുകളെല്ലാം ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കും. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ലൈക്ക് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. നമ്മൾ ബ്രാഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് അയച്ചു, അത് ഇവിടെ നിന്ന് പാസ് ചെയ്തു, ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് പാസ് ചെയ്തു. പക്ഷേ ഒരു ട്രാൻസിറ്റ് ടൈം ഉണ്ട്. നമ്മൾ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് അയച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരു 30 days കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുക എന്ന് വിചാരിക്കുക. അങ്ങനത്തെ കേസിൽ ആ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആയിരിക്കും. ഈ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ചില കേസസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ക്യാഷ് ഇൻ ട്രാൻസിറ്റ്, ഹെഡ് ഓഫീസ് എക്സ്പെൻസസ്, ബ്രാഞ്ച് അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ, മറ്റ് ഇൻ്റർ ബ്രാഞ്ച് ട്രാൻസ്ഫേഴ്സ്. അതായത് ചില കേസിൽ ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസുകൾ ഹെഡ് ഓഫീസ് കൊടുക്കും, അല്ലെങ്കിൽ ഹെഡ് ഓഫീസിലുള്ള എക്സ്പെൻസ് ബ്രാഞ്ചസ് കൊടുക്കും. ഇങ്ങനത്തെ കേസിലൊക്കെ എങ്ങനെ അക്കൗണ്ടിങ് എൻട്രീസ് പാസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ BCom കംപ്ലീറ്റ് ചെയ്ത് ഒരു കോർപ്പറേറ്റ് കമ്പനിയിലൊക്കെ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളൊരു വർക്കിൻ്റെ ഒരു പാർട്ടനായിരിക്കും. കാരണം ഒരുവിധം കമ്പനീസിലെല്ലാം ബ്രാഞ്ചുകൾ ഉണ്ടാവും, മറ്റ് ബ്രാഞ്ചുകൾ ഇൻ്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, ട്രാൻസ്ഫേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ സ്പെസിഫിക് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ആദ്യമായിട്ട് എന്താണ് ഇൻഡിപെൻഡൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം നോക്കാം. ഡിപ്പെൻഡൻ്റ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡിപ്പെൻഡൻ്റ് ആകുമ്പോൾ ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് അക്കൗണ്ടിങ് റിപ്പോർട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യുക. എന്നാൽ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ടിങ് ആകുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഒന്ന്, മെയിൻറ്റെയിൻ കംപ്ലീറ്റ് ബുക്ക് അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം. ഓരോ പർട്ടിക്കുലർ ബ്രാഞ്ചും കംപ്ലീറ്റ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. ഡബിൾ എൻട്രി സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കംപ്ലീറ്റ് അക്കൗണ്ടിങ് എൻട്രീസ് മെയിൻറ്റെയിൻ ചെയ്യും. മേ റിസീവ് ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് ആസ് വെൽ ആസ് പർച്ചേസ് ഫ്രം ഔട്ട്സൈഡ്. ബ്രാഞ്ചുകൾ നോർമലി ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് റിസീവ് ചെയ്യുന്നുണ്ടാവും അവർക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഔട്ട്സൈഡ് പർച്ചേസ് ഉണ്ടായിരിക്കും. കാരണം ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് ആകുമ്പോൾ അവർക്ക് സ്പെസിഫിക് ആയിട്ട് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ പുറത്തേക്ക് സെല് ചെയ്യാനൊക്കെ ഉള്ള റേറ്റ് ഉണ്ടായിരിക്കും. മെയിൻറ്റെയിൻ ഇറ്റ്സ് ഓൺ ബാങ്ക് അക്കൗണ്ട്. ഓരോ ബ്രാഞ്ചസും അതിൻ്റേതായിട്ടുള്ള സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ആകുമ്പോൾ നോർമലി ഹെഡ് ഓഫീസിൻ്റെ ബ്രാഞ്ച് അക്കൗണ്ടിൽ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ആയിരിക്കും ട്രാൻസാക്ഷൻസ് നടക്കുക. എന്നാൽ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് ആകുമ്പോൾ നോർമലി അവർ സ്പെസിഫിക് ആയിട്ട് ആ ബ്രാഞ്ചിന് വേണ്ടി തന്നെ ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. പ്രിപ്പയർ ഇറ്റ്സ് ഓൺ ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ ഓരോ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചും ആ ബ്രാഞ്ചിൻ്റെ ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും അവർ തന്നെ പ്രിപ്പയർ ചെയ്യും. സെൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ടു ദ ഹെഡ് ഓഫീസ് അറ്റ് ദ ഇയർ എൻഡ്. അതുപോലെ തന്നെ ഇയർ എൻഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആക്കി പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർ ഇവരെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്രാഞ്ചിലേക്ക് അല്ലെങ്കിൽ ഹെഡ് ഓഫീസിലേക്ക് സെൻഡ് ചെയ്യും. മെയിൻറ്റെയിൻ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഇൻ ഇറ്റ്സ് ബുക്ക്. ഹെഡ് ഓഫീസ് സെപ്പറേറ്റ് ആയിട്ട് ഹെഡ് ഓഫീസിൻ്റെ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ മെയിൻറ്റെയിൻ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഇൻ ഇറ്റ്സ് ബുക്ക്. ഓരോ ബ്രാഞ്ചിൻ്റെ ബുക്കിലും ഹെഡ് ഓഫീസിന് ഒരു സെപ്പറേറ്റ് ലെഡ്ജർ ഉണ്ടായിരിക്കും.
ഹെഡ് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും, ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് അയക്കുന്നത്, അവിടുന്ന് ക്യാഷ് റിസീവ് ചെയ്യുന്നത്, ക്യാഷ് കൊടുക്കുന്നത്, ഇതെല്ലാം ആ ഒരു ഹെഡ് ഓഫീസ് അക്കൗണ്ടിലായിരിക്കും, അല്ലെങ്കിൽ ആ ഹെഡ് ഓഫീസിൻ്റെ ബ്രാഞ്ച് അക്കൗണ്ടിലായിരിക്കും അത് റെക്കോർഡ് ചെയ്യുക. അതേപോലെ തന്നെ ഹെഡ് ഓഫീസ് കറസ്പോണ്ടിങ് ആയിട്ടൊരു ബ്രാഞ്ച് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ ബുക്സ് ആണ്, ഇവിടെ ബ്രാഞ്ചിന് ഒരു അക്കൗണ്ട് ഉണ്ടാവും, ആ ബ്രാഞ്ച് 1. ഇനി ഇതുപോലെ തന്നെ ഇത് ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടാണ്, അവിടെ ഹെഡ് ഓഫീസിനൊരു ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഉണ്ടാവും. ഇപ്പോൾ ഗുഡ്സ് ഹെഡ് ഓഫീസിലേക്ക് അയക്കാൻ പോവുകയാണ്, എന്താണ് എൻട്രി വരിക? ബ്രാഞ്ച് അക്കൗണ്ട് അപ്റ്റർ ടു, അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ട് അപ്റ്റർ ടു. നമ്മൾ ഗുഡ്സ് അയക്കാൻ പോകണം. ഫോർ എക്സാമ്പിൾ ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് അയക്കാൻ പോവുകയാണ്. നമ്മൾ ഗുഡ്സിനെ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റോക്ക് കുറയാണ്, അതിനെ ക്രെഡിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഹെഡ് ഓഫീസിനെ ഡെബിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ബ്രാഞ്ചിനെ എവിടേക്കാണോ അയക്കുന്നത് അവരെ ഡെബിറ്റ് ചെയ്യും. റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ എന്ത് ചെയ്യും? റിസീവ് ചെയ്യുമ്പോൾ ആ ഗുഡ്സിനെ ഡെബിറ്റ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ ബ്രാഞ്ച് ഏതാണോ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഇങ്ങനെ പെർട്ടിക്കുലർ എൻട്രീസ്. ഇപ്പോൾ അവർ ചില കേസിൽ ബ്രാഞ്ചസിൻ്റെ പേയ്മെൻറ്റ് എക്സ്പെൻസുകൾ ഹെഡ് ഓഫീസ് പേ ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ഡിപ്രിസിയേഷൻ ഇവർ ചാർജ് ചെയ്യും. ഇങ്ങനെ ഈ ബ്രാഞ്ചും ഹെഡ് ഓഫീസും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാഞ്ചസ് ഹെഡ് ഓഫീസിന് വേണ്ടിയിട്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും, എന്നാൽ ഹെഡ് ഓഫീസ് ഓരോ ബ്രാഞ്ചസിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണൽ അക്കൗണ്ടാണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊന്നും നോർമലി യൂസ് ചെയ്യില്ല, അത് പേഴ്സണൽ അക്കൗണ്ടായിട്ട് കൺസിഡർ ചെയ്യുക. ഇതിൽ നോർമലി ഡെബിറ്റ് എന്ത് ചെയ്യും? ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസിലേക്ക് അയക്കുന്ന ഗുഡ്സ് അതിൽ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ്, അതുപോലെ തന്നെ ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്ത ഗുഡ്സും അതിൽ ഡെബിറ്റ് ചെയ്യും. ഇനി ക്രെഡിറ്റ് എന്തായിരിക്കും? ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ദ ഹെഡ് ഓഫീസ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ബ്രാഞ്ചാണ്, ഞാൻ ബ്രാഞ്ച് മാനേജർ അല്ലെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട്സ് മാനേജറാണ്. എൻ്റെ പേരിൽ ഹെഡ് ഓഫീസിലൊരു അക്കൗണ്ട് ഉണ്ട്. ഈ ഹെഡ് ഓഫീസ് അക്കൗണ്ടിന് ഞാൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എൻ്റെ ബ്രാഞ്ചും ഈ ഹെഡ് ഓഫീസും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ ഡെബിറ്റ് എന്തായിരിക്കും? ഒന്ന് ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസ്. ഞാൻ ഹെഡ് ഓഫീസിലേക്ക് എന്തെങ്കിലും ഗുഡ്സ് അയച്ചു കഴിഞ്ഞാൽ അതിനെ ഡെബിറ്റ് ചെയ്യും. ഗുഡ്സ് റിട്ടേൺസ് ഹെഡ് ഓഫീസ്, നമ്മൾ ഹെഡ് ഓഫീസിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഗുഡ്സ് റിട്ടേൺ ചെയ്തു, അതും ഇതിന് ഡെബിറ്റ് ചെയ്യും. ഇനി എന്തൊക്കെ ക്രെഡിറ്റ് ചെയ്യുക? ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ദ ഹെഡ് ഓഫീസിൽ നിന്ന് എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യും. ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ ഹെഡ് ഓഫീസിൽ നിന്ന് റിസീവ് ചെയ്ത ക്യാഷ് ക്രെഡിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഹെഡ് ഓഫീസ് എക്സ്പെൻസ് ചാർജ് ടു ബാങ്ക്, ഹെഡ് ഓഫീസ് എക്സ്പെൻസ് ബ്രാഞ്ചിലേക്ക് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അതിന് ക്രെഡിറ്റ് ചെയ്യും. ചില കേസിൽ എന്ത് ചെയ്യും? ഹെഡ് ഓഫീസിന് ടോട്ടൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ഉണ്ടാവും. ഈ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ബ്രാഞ്ചുകൾക്കും വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ എന്ത് ചെയ്യും? അത് ഹെഡ് ഓഫീസ് ആ ഒരു എക്സ്പെൻസ് ചിലപ്പോൾ ബ്രാഞ്ചിലേക്ക് ചാർജ് ചെയ്യും. അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും? ആ ഹെഡ് ഓഫീസ് അക്കൗണ്ടിനെ ഞാൻ ക്രെഡിറ്റ് ചെയ്യും. ഹെഡ് ഓഫീസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യും, എക്സ്പെൻസ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യും. കാരണം എക്സ്പെൻസ് ഈ ബ്രാഞ്ചിൽ കൂടുകയാണ്, എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യും. ഇനി ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ വരുന്ന കുറച്ച് സ്പെഷ്യൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് ചില ട്രാൻസാക്ഷൻസിന് എന്ത് ചെയ്യും? ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് തന്നെ ആവശ്യം ഉണ്ടാവും. കാരണം എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹെഡ് ഓഫീസ് അതിൻ്റെ ബ്രാഞ്ച് അക്കൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യും, ബ്രാഞ്ച് അക്കൗണ്ട് അതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലും അത് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇയർ എൻഡിൽ ഇത് റീകൺസിൽ ചെയ്ത് നോക്കുമ്പോൾ, അക്കൗണ്ട്സ് റീകൺസിൽ ചെയ്ത് നോക്കുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടും ഹെഡ് ഓഫീസ് അക്കൗണ്ടും നോർമലി മാച്ച് ആയിരിക്കണം. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഹെഡ് ഓഫീസ് ബ്രാഞ്ച് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഹെഡ് ഓഫീസ് ഒരു 1000 രൂപേൻ്റെ ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് അയച്ചു. ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യും, 1000 ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യും, ഗുഡ്സിനെ ക്രെഡിറ്റ് ചെയ്യും. കാരണം എന്താണ്? ഗുഡ്സ് കുറഞ്ഞു, ആ ബ്രാഞ്ചിലേക്കുള്ള ബ്രാഞ്ച് റിസീവബിൾ ആയിട്ട് കൺസിഡർ ചെയ്താൽ ബ്രാഞ്ച് കൂടി, ബാലൻസ് കൂടി. ഇനി ഇതേ ട്രാൻസാക്ഷൻ തന്നെ ബ്രാഞ്ച് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക? ബ്രാഞ്ച് ആ ഗുഡ്സിന് എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും, ഹെഡ് ഓഫീസ് അക്കൗണ്ടിന് 1000 ക്രെഡിറ്റ് ചെയ്യും. ഈ ഒരു കേസിൽ ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷൻസ് നടന്നു കഴിയുമ്പോഴും ഈ ബ്രാഞ്ച് അക്കൗണ്ടും അതുപോലെ തന്നെ ഹെഡ് ഓഫീസ് അക്കൗണ്ടും എപ്പോഴും ടാലി ആയിരിക്കും. ഒന്നെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ആയിരിക്കും, ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കും, ബാലൻസ് ആയിരിക്കും. ഇനി നേരെ തിരിച്ച് ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഇതിങ്ങനെ ഓപ്പോസിറ്റ് ബാലൻസ് ആയിരിക്കും. ബ്രാഞ്ചിൽ ഡെബിറ്റ് ചെയ്യുന്ന നമ്മൾ ഹെഡ് ഓഫീസിൽ ക്രെഡിറ്റ് ആണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ എപ്പോഴും ഹെഡ് ഓഫീസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഇനി ബ്രാഞ്ച് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇങ്ങനെ ഇത് പീരിയോഡിക്കലി, ഇപ്പോൾ ഈ ബ്രാഞ്ച് അക്കൗണ്ടൻറ്റും അതുപോലെ തന്നെ ഹെഡ് ഓഫീസ് അക്കൗണ്ടൻറ്റും ഈ ട്രാൻസാക്ഷൻസ് പീരിയോഡിക്കലി റീകൺസിൽ ചെയ്യും. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് മാച്ച് ചെയ്ത് നോക്കിയിട്ട് രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലെയും ബാലൻസ് മാച്ച് ആണോ എന്ന് നോക്കും.
പക്ഷേ ചില കേസസിൽ എന്ത് ചെയ്യും, ഈ ഒരു ചില ട്രാൻസാക്ഷൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് മാച്ച് ആവില്ല. ഫോർ എക്സാമ്പിൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, അടുത്ത ട്രാൻസാക്ഷൻസ് ഇപ്പോൾ 1000 രൂപക്ക് അയച്ചു, ഇതിവിടെ റിസീവ് ചെയ്തു. ഇനി അടുത്തത് 2000 രൂപൻ്റെ ഗുഡ്സ് അവരയച്ചു, ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് അയച്ചു, അവർ ഈ ബ്രാഞ്ച് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തു. ഇത് അയച്ചത് December 30th ഒരാഴ്ചത്തെ ട്രാൻസിറ്റ് ടൈം ഉണ്ട്. പക്ഷേ ഈ ഗുഡ്സ് അവിടെ എത്തുക ഏകദേശം January 7th. പക്ഷേ നമ്മൾ December 31st അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യണം. ഇവിടെ ക്ലോസ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ 3000 ടോട്ടൽ ബാലൻസ് ഉണ്ടാവും, ബ്രാഞ്ച് അക്കൗണ്ടിൽ 3000 ബാലൻസ് ഉണ്ടാവും. എന്നാൽ ബ്രാഞ്ചിൻ്റെ ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ 1000 ബാലൻസ് ഉള്ളൂ. കാരണം എന്താണ്, ഈ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിലാണ്. ഗുഡ്സ് ഇവിടുന്ന് ബ്രാഞ്ചിൽ നിന്ന് സെൻഡ് ചെയ്തു, പക്ഷേ ഹെഡ് ഓഫീസിൽ റിസീവ് ചെയ്തിട്ടില്ല. ഇതാണ് കേസ്. അപ്പോൾ തന്നെ ക്യാഷ് ഇൻ ട്രാൻസിറ്റ്, ഇതേപോലെ തന്നെ ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് ഒരു 5000 രൂപ ക്യാഷ് അയച്ചു, ട്രാൻസിറ്റ് ആണ്, അവിടെ എത്തിയിട്ടില്ല. ഹെഡ് ഓഫീസ് എക്സ്പെൻസസ്, അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ, ഹെഡ് ഓഫീസ് എക്സ്പെൻസസ്, ഇത് മറ്റൊരു കേസാണ്. ഹെഡ് ഓഫീസ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഹെഡ് ഓഫീസിൻ്റെ ചില എക്സ്പെൻസസുകൾ, ചില കോമൺ എക്സ്പെൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്, മാർക്കറ്റിംഗ് എക്സ്പെൻസ്, മറ്റ് അക്കൗണ്ടിങ് എക്സ്പെൻസ്, മറ്റ് കോമൺ എക്സ്പെൻസ്. ഈ എക്സ്പെൻസുകളൊക്കെ നോർമലി ബ്രാഞ്ചിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം ചില എക്സ്പെൻസുകൾ ആ ബ്രാഞ്ചിനും കൂടെ വേണ്ടി ചെയ്ത എക്സ്പെൻസുകളായിരിക്കും. അപ്പോൾ ഈ ബ്രാഞ്ചിൻ്റെയും ഹെഡ് ഓഫീസിൻ്റെയും എക്സാക്റ്റ് പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് ബ്രാഞ്ചിലേക്കും ഹെഡ് ഓഫീസിൻ്റെ എക്സ്പെൻസ് ഹെഡ് ഓഫീസിലേക്കും നമ്മൾ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യണം. പക്ഷേ ഈ കംപ്ലീറ്റ് എക്സ്പെൻസ് പേ ചെയ്തിട്ടുള്ളത് ഹെഡ് ഓഫീസിൽ നിന്നായിരിക്കും. ചില കേസിൽ ഡിപ്രിസിയേഷൻ ഓൺ ബ്രാഞ്ച് ഫിക്സ്ഡ് അസറ്റ്, ചില കേസസിൽ ബ്രാഞ്ചിൻ്റെ ഫിക്സ്ഡ് അസറ്റ് ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ തന്നെ ഇൻ്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇൻ്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻ ചിലപ്പോൾ ചില കോമൺ എക്സ്പെൻസുകൾ, ഇപ്പോൾ യൂട്ടിലിറ്റി എക്സ്പെൻസ് അല്ലെങ്കിൽ ടെലിഫോൺ പോസ്റ്റേജ് എക്സ്പെൻസ്, ഇങ്ങനത്തെ എക്സ്പെൻസുകളൊക്കെ നോർമലി ബില്ല് ചിലപ്പോൾ മാനേജ് ചെയ്യുന്നത് ഹെഡ് ഓഫീസിൽ നിന്നായിരിക്കും. കംപ്ലീറ്റ് എക്സ്പെൻസ് ഹെഡ് ഓഫീസിലേക്കായിരിക്കും ബില്ല് വന്നിട്ടുണ്ടാവുക. ഇതെന്ത് ചെയ്യും, ഈ എക്സ്പെൻസുകൾ മറ്റ് ബ്രാഞ്ചിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിനാണ് ഇൻ്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ് എന്ന് പറയുക. അതായത് ഒരു ബ്രാഞ്ച്, ഇപ്പോൾ ഈ ബ്രാഞ്ചിൻ്റെ ആക്ച്വൽ എക്സ്പെൻസ് ആണത്, പക്ഷേ പേയ്മെൻറ്റ് കൊടുത്തതും അത് ബുക്ക് ചെയ്തതെല്ലാം ഹെഡ് ഓഫീസാണ്. ഇതിനാണ് ഇൻ്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. അപ്പോൾ എത്രയാണോ ബ്രാഞ്ചിൻ്റെ പർട്ടിക്കുലർ എക്സ്പെൻസ്, ആ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ആ ബ്രാഞ്ചിലേക്ക് തന്നെ ഹെഡ് ഓഫീസ് ചാർജ് ചെയ്യും. ഇതിനാണ് ഇൻ്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. നമുക്കിനി 1 by 1 ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഗുഡ്സ് ഡിസ്പാച്ച്ഡ് ബൈ ദ ഹെഡ് ഓഫീസ് ഓർ ബ്രാഞ്ച് നിയർ ദ എൻഡ് ഓഫ് may not reach the destination before the closing date. അതായത് ഒരു December 31st ഇപ്പോൾ അക്കൗണ്ട്സ് ക്ലോസിംഗ് എന്ന് വെക്കുക. നമ്മൾ നോർമലി December 30th കുറച്ച് ഗുഡ്സ് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് അയച്ചു. അപ്പോൾ ഇത് ആ ഗുഡ്സ് അവിടെ എത്താൻ ചിലപ്പോൾ ഒരാഴ്ച സമയം എടുക്കും. പക്ഷേ അത് ഓൾറെഡി ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിൽ അത് റിസീവ് ചെയ്യാത്തതുകൊണ്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇതിനാണ് നോർമലി ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെ എന്ത് ചെയ്യും, ഇത് നമ്മൾ റീകൺസിൽ ചെയ്ത് നോക്കും. നമ്മൾ പറഞ്ഞു പീരിയോഡിക്കലി ഈ 2 അക്കൗണ്ട്സ് റീകൺസിൽ ചെയ്യും. ഈ ഒരു അക്കൗണ്ട് റീകൺസിൽ ചെയ്ത് നോക്കുമ്പോൾ അവിടെ അക്കൗണ്ട് രണ്ടും മാച്ച് ആവില്ല. ബ്രാഞ്ച് അക്കൗണ്ടും ഹെഡ് ഓഫീസ് അക്കൗണ്ടും ഇൻ്റർ ബ്രാഞ്ച് റീകൺസിലേഷൻ ചെയ്യുമ്പോൾ ആ റീകൺസിലേഷൻ മാച്ച് ആവില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും, നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി നോർമലി ഹെഡ് ഓഫീസ് പാസ് ചെയ്യും. ഇതിലെന്താ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി വരിക, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ബ്രാഞ്ച്. ഈ ഒരു കേസിൽ തന്നെ ഇപ്പോൾ ബ്രാഞ്ചിനെ നമ്മൾ പറഞ്ഞു ഈ 3000 നമ്മളോട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ത് ചെയ്യും, ഒരു 3000 നമ്മളോട് ക്രെഡിറ്റ് ചെയ്തിട്ട് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിനെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ബ്രാഞ്ചിൽ അല്ലെങ്കിൽ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ ഈ ഒരു 3000ൻ്റെ എഫക്റ്റ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻസ് മാച്ച് ആവും. ഇനി എപ്പോഴാണോ നമ്മൾ ആ ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബ്രാഞ്ചിലേക്ക് എത്തുന്നത്, ആ സമയത്ത് ഈ എൻട്രി നേരെ തിരിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു 3000 ഇവിടെ വേറെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ മുന്നേ ചെയ്ത എൻട്രി എന്ത് ചെയ്യും, നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് ഡെബിറ്റും ക്രെഡിറ്റും ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഗുഡ്സ് ബ്രാഞ്ചിൽ റിസീവ് ചെയ്യുമ്പോഴേക്കിനും അത് 3000 അപ്പോൾ അതിന് ഡെബിറ്റിൽ എക്സ്ട്രാ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പീരിയോഡിക് ബുക്സ് ക്ലോസിങ്ങിനാണ് നോർമലി ഈ അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് നമ്മൾ ബ്രാഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് അയച്ചു, പക്ഷേ അത് അവിടെ റീച്ച് ചെയ്തിട്ടില്ല, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻട്രിയാണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ബ്രാഞ്ച്. ഇനി ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ബുക്സിലാണ് പാസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്കാണ് ഗുഡ്സ് പാസ് ചെയ്തത്. അങ്ങനത്തെ കേസിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഏതെങ്കിലും ഒരു ബുക്സിലായിരിക്കും ചെയ്യുക. ഒന്നെങ്കിൽ ഹെഡ് ഓഫീസിൻ്റെ അല്ലെങ്കിൽ ബ്രാഞ്ചിൻ്റെ. നമ്മൾ 2 അക്കൗണ്ടിലും ഹെഡ് ഓഫീസിൻ്റെയും ബ്രാഞ്ചിൻ്റെയും ബുക്സിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്നെങ്കിൽ ഹെഡ് ഓഫീസ്, മോസ്റ്റ്ലി ഹെഡ് ഓഫീസ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട്സിലായിരിക്കും അല്ലെങ്കിൽ ബുക്സിലായിരിക്കും ഈ ഒരു എൻട്രി പാസ് ചെയ്യുക.
ഇനി എന്ത് ചെയ്യും? ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗുഡ്സിൻ്റെ സെയിം കേസ് തന്നെയാണ്. നമ്മൾ ക്യാഷ് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് അയച്ചു, പക്ഷേ അത് അവിടെ ആ പർട്ടിക്കുലർ പീരീഡിൻ്റെ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ബുക്സ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവിടെ റീച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും? നമ്മൾ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ബ്രാഞ്ച് അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ട് അപ്റ്റർ ഇത് എങ്ങോട്ടാണോ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്, എവിടെ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? എൻട്രി പാസ് ചെയ്യും. ഈ ഒരു എൻട്രി എന്തിനാണ്? ഇത് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത കേസിലുള്ള എൻട്രിയാണ്. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ബ്രാഞ്ച്, അത് അവിടെ റീച്ച് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? നമ്മൾ ആ ക്ലോസിംഗ് പീരീഡിൽ ബുക്സ് മാച്ച് ആവും, നമുക്ക് ബുക്സ് ക്ലോസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? നെക്സ്റ്റ് പീരീഡിൽ ഈ സെയിം എൻട്രിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമ്മൾ ബുക്സ് മാച്ച് ആവും. ഇനി അടുത്തൊരു കേസ്, ഹെഡ് ഓഫീസ് എക്സ്പെൻസ് ചാർജർ ടു ബാങ്ക്. നമുക്കറിയാം ഹെഡ് ഓഫീസ് എക്സ്പെൻസ് ആയിരിക്കും നോർമലി സെൻട്രൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ അഡ്മിനിസ്ട്രേഷൻ, അക്കൗണ്ടിങ്, HR, മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ എക്സ്പെൻസുകളൊക്കെ നോർമലി ഹെഡ് ഓഫീസിനായിരിക്കും ഉണ്ടാവുക. ഇതെന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും? ഇത് ഹെഡ് ഓഫീസായിരിക്കും ബിയർ ചെയ്യുക. പക്ഷേ ഇങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും? ഈ ഹെഡ് ഓഫീസിൻ്റെ എക്സ്പെൻസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 1,00,000 രൂപയാണ്. നമുക്ക് 5 ബ്രാഞ്ചസ് ഉണ്ട്. 5 ബ്രാഞ്ചസിലേക്ക് നമ്മളിത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഒരു 20,000 രൂപ വെച്ച് ഓരോ ബ്രാഞ്ചിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. എന്ത് ചെയ്യും? ഈ ബ്രാഞ്ചിനും കൂടെ വന്നിട്ടുള്ള എക്സ്പെൻസ് ആണ്, ഈ ബ്രാഞ്ചിനും കൂടെ വന്നിട്ടുള്ളതാണ് മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. അതുകൊണ്ട് തന്നെ ആ ബ്രാഞ്ചിൻ്റെ പ്രോപ്പറായിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് ആ ബ്രാഞ്ചിലേക്ക് തന്നെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാലറി അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് അപ്റ്റർ ടു സാലറി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, കാരണം ഇത്രയും എക്സ്പെൻസിനൂടെ ക്രെഡിറ്റ് ചെയ്തു, എന്നിട്ട് ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ഇനി അതിന് അഗെയിൻസ്റ്റ് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ബ്രാഞ്ച് അക്കൗണ്ടിലും ട്രാൻസാക്ഷൻ ചെയ്യണം. ഇപ്പോൾ ഹെഡ് ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ അല്ലെങ്കിൽ സാലറി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്, ഈ ഒരു എൻട്രി ബ്രാഞ്ചിൻ്റെ ബുക്കിലും പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എൻട്രി ക്ലിയർ ആവും. കാരണം ഈക്വൽ ആയിട്ടുള്ള ഡെബിറ്റും ക്രെഡിറ്റും ബ്രാഞ്ചിലും ഹെഡ് ഓഫീസിലും വന്നു കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു എൻട്രി ഹെഡ് ഓഫീസിൻ്റെയും ബ്രാഞ്ചിൻ്റെയും എൻട്രി അവിടെ അല്ലെങ്കിൽ ബുക്സ് അവിടെ മാച്ച് ആയിട്ട് പോകും. ഇനി അടുത്തായിട്ട് ഡിപ്രിസിയേഷൻ ഓഫ് ഓൺ ബ്രാഞ്ച് ഫിക്സ്ഡ് അസറ്റ്. ചില കേസിൽ എന്ത് ചെയ്യും? ബ്രാഞ്ചസ് ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ തന്നെ ആയിരിക്കും ബ്രാഞ്ചസിൻ്റെയും ഫിക്സ്ഡ് അസറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും? ഈ ഡിപ്രിസിയേഷൻ നോർമലി ഈ ജനറേറ്റ് ചെയ്യുക ഹെഡ് ഓഫീസിൻ്റെ ബുക്സിലായിരിക്കും. പക്ഷേ ഈ ഡിപ്രിസിയേഷൻ പീരിയോഡിക്കലി ബ്രാഞ്ച് ബുക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം എന്ത് ചെയ്യും? ആ അസറ്റ് യൂസ് ചെയ്യുന്നത് ബ്രാഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അസറ്റിൻ്റെ എക്സ്പെൻസാണ് ഡിപ്രിസിയേഷൻ. ആ എക്സ്പെൻസ് നോർമലി ബ്രാഞ്ചിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ബ്രാഞ്ചിൻ്റെ ബുക്കിൽ എന്ത് ചെയ്യും? ഡിപ്രിസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ഡിപ്രിസിയേഷനെ ഡെബിറ്റ് ചെയ്തു, അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് കൂടി ബ്രാഞ്ചിൽ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ഇനി ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് അപ്റ്റർ ടു ബ്രാഞ്ച് ഫിക്സ്ഡ് അസറ്റിന് അത്രയും എമൗണ്ട് കുറക്കും. കാരണം എന്താണ്? ഡിപ്രിസിയേഷൻ എമൗണ്ട് കുറക്കാനുള്ളതാണ്. എന്നിട്ട് ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യും. ഇനി അടുത്തത് ഇന്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രാഞ്ചുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആണ്. അതായത് ഗുഡ്സ് ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഹെഡ് ഓഫീസിലല്ല. അപ്പോൾ ഒരു കമ്പനിക്ക് ഒരു ഹെഡ് ഓഫീസ് ഉണ്ട്, എ എന്നുള്ളൊരു ബ്രാഞ്ച് ഉണ്ട്, ബി എന്നുള്ളൊരു ബ്രാഞ്ച് ഉണ്ട്. ഈ എ എന്നുള്ള ബ്രാഞ്ചിൽ നിന്ന് ബി എന്നുള്ള ബ്രാഞ്ചിലേക്ക് കുറച്ച് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തു ഫോർ എക്സാമ്പിൾ. ഇങ്ങനെ എന്ത് ചെയ്യും? ഈ ബ്രാഞ്ചസ് ഡയറക്റ്റ്ലി റെക്കോർഡ് ചെയ്യില്ല. ഇങ്ങനത്തെ കേസസിൽ നോർമലി ഈ ട്രാൻസാക്ഷൻസ് ഹെഡ് ഓഫീസ് വഴി സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഹെഡ് ഓഫീസിൻ്റെ എൻട്രി വരിക റിസീവിംഗ് ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു സെൻഡിങ് ബ്രാഞ്ച്. അതായത് ഈ ട്രാൻസാക്ഷൻസ് നടക്കുന്നത് ഹെഡ് ഓഫീസ് ത്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. റിസീവിംഗ് ബ്രാഞ്ച് ഏതാണോ ആ ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്തിട്ട് സെൻഡിങ് ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്യും. ഇനി സെൻഡിങ് ബ്രാഞ്ച് ട്രാൻസാക്ഷൻ ആരാണ്? ഹെഡ് ഓഫീസ് ആയിട്ടാണ്, ഡയറക്റ്റ് ബ്രാഞ്ച് ആയിട്ടല്ല. ഹെഡ് ഓഫീസിനെ ഡെബിറ്റ് ചെയ്ത് ഗുഡ്സ് ആൻഡ് അക്കൗണ്ട് അപ്റ്ററിനെ ക്രെഡിറ്റ് ചെയ്യും. ഇനി റിസീവിംഗ് ബ്രാഞ്ചും അതുപോലെ തന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് റിസീവ് ചെയ്തു എന്നുള്ളതാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് അക്കൗണ്ട് അപ്റ്റർ ടു ഹെഡ് ഓഫീസ് എക്സ്പെൻസ് ടു ഹെഡ് ഓഫീസ് ബ്രാഞ്ച് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. ഈ ഒരു രീതിയിലാണ്, അതായത് ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്കുള്ള ട്രാൻസാക്ഷൻസ് ഈ ഒരു രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അതായത് ഈ ട്രാൻസാക്ഷൻസ് ഹെഡ് ഓഫീസ് ത്രൂ ആണ് സംഭവിച്ചത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം ട്രീറ്റ് ചെയ്യുക.
ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ബ്രാഞ്ചസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അവരുടെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. എങ്കിൽ കൂടെ ഈ ബിസിനസ്സിന് ആസ് എ ബിസിനസ് അതിനെന്ത് ചെയ്യണം, ഒരു കൺസോളിഡേറ്റഡ് ഒരു സിംഗിൾ സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഹെഡ് ഓഫീസിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരിക്കണം കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ തന്നെ ബ്രാഞ്ചസ്, എത്ര ബ്രാഞ്ചസ് ഉണ്ടോ ഹെഡ് ഓഫീസിന് അതിൻ്റെ എല്ലാം റിപ്പോർട്ടുകൾ, അതിൻ്റെ എല്ലാം പ്രോഫിറ്റ് ഒറ്റ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. ഹെൻസ് ദ ഹെഡ് ഓഫീസ് ഇൻകോർപ്പറേറ്റ് ദ ബ്രാഞ്ച് ബാലൻസ് ഇൻ ടു ഇറ്റ്സ് ബുക്ക്. ഇങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും, ബ്രാഞ്ചിൻ്റെ ബാലൻസ് എത്രയാണോ ആ ബാലൻസ് എന്ത് ചെയ്യും, ഹെഡ് ഓഫീസ് അതിൻ്റെ ബുക്കിലേക്ക് ആഡ് ചെയ്യും. ഇതെന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അത് കൺസിഡർ ചെയ്യും, ബ്രാഞ്ചിൻ്റെ അസറ്റ് കൺസിഡർ ചെയ്യും, ബ്രാഞ്ചിൻ്റെ ലാബിലിറ്റീസ് കൺസിഡർ ചെയ്യും. ഇങ്ങനെ ബ്രാഞ്ചിൻ്റെ ബുക്കിലുള്ള കീ വാല്യൂസ് എല്ലാം ഹെഡ് ഓഫീസ് അതിൻ്റെ ബുക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത് രണ്ട് മെത്തേഡാണുള്ളത് നമുക്കിങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യാനുള്ളത്. ഒന്ന് ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ. ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ അണ്ടർ ദിസ് മെത്തേഡ് എവരി ഐറ്റം ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഈസ് ട്രാൻസ്ഫേർഡ് സെപ്പറേറ്റ്ലി. എല്ലാ ഐറ്റവും ഇപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഉള്ള ഐറ്റം എല്ലാ ഇൻകം എക്സ്പെൻഡിച്ചറും സെപ്പറേറ്റ് ആയിട്ട് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സെപ്പറേറ്റ് എൻട്രി പാസ് ചെയ്യുന്നതിനൊക്കെ ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യും, പർച്ചേസ് ട്രാൻസ്ഫർ ചെയ്യും, സെയിൽസ് ട്രാൻസ്ഫർ ചെയ്യും, ക്ലോസിംഗ് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യും, എക്സ്പെൻസ്, ഇൻകം, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, അസറ്റ് ലാബിലിറ്റീസ് ഇതെല്ലാം എന്ത് ചെയ്യും, ബ്രാഞ്ച് അക്കൗണ്ടിൽ നിന്ന് ഹെഡ് ഓഫീസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ പ്രൊവൈഡ് ചെയ്യും. ഇത് ഓരോ ഐറ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കൺസോളിഡേറ്റഡ് ഡാറ്റ എത്രയെന്ന് നമുക്ക് അറിയാൻ പറ്റും. പർച്ചേസ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കൺസോളിഡേറ്റഡ് ഈ ഒരു ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബ്രാഞ്ചിൻ്റെ അസറ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ബ്രാഞ്ചിൻ്റെ സെയിൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, ഹെഡ് ഓഫീസിൻ്റെ ഇതുണ്ടാവും, മറ്റ് ബ്രാഞ്ചുകൾ, ഇതെല്ലാം കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് അതിൽ നമുക്ക് ലഭിക്കും. പക്ഷെ എന്ത് ചെയ്യും, ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഓരോ ഇൻകം എക്സ്പെൻസ് എലമെൻസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബ്രാഞ്ചിൽ ഈ ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ജേണൽ എൻട്രീസ് ഇൻവോൾവ് ആയിരിക്കും. ഓരോ ഐറ്റം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ജേണൽ എൻട്രി പാസ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് അബ്രിഡ്ജഡ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ഇൻകോർപ്പറേഷൻ. ഈ ഒരു മെത്തേഡിൽ എന്ത് ചെയ്യും, ഓരോ ലൈൻ ഐറ്റം സെപ്പറേറ്റ് ആയിട്ട് ബ്രാഞ്ച് അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യൂല. അതിന് പകരമായിട്ട് ഫൈനൽ നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് ലോസ് എത്രയാണ് അത് മാത്രമായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ വരുന്ന എൻട്രിയാണ് ബ്രാഞ്ച് അക്കൗണ്ട് അപ്റ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്രയാണോ ബാലൻസ് ഉള്ളത് അതിനെന്ത് ചെയ്യും, നേരെ ഹെഡ് ഓഫീസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നാൽ ലോസ് ആണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും, ബ്രാഞ്ച് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, അസറ്റ് ആൻഡ് ലാബിലിറ്റി സെപ്പറേറ്റ് നോർമൽ മാനറിൽ എന്ത് ചെയ്യും, ഹെഡ് ഓഫീസ് അക്കൗണ്ടിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഈ ഒരു മെത്തേഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, സേവ് ടൈം ആൻഡ് വൈഡ്ലി പ്രിഫേർഡ്. ഈ ഒരു മെത്തേഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഓരോ ലൈൻ ഐറ്റം സെപ്പറേറ്റ് ജനറൽ എൻട്രി ആയിട്ട് പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് ഒറ്റ എൻട്രി ആയിട്ട് നമ്മൾ പ്രോഫിറ്റ് ലോസും ഒറ്റ എൻട്രി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ അസറ്റോ അല്ലെങ്കിൽ അസറ്റും ലാബിലിറ്റിയും സെപ്പറേറ്റ് മറ്റൊരു എൻട്രി ആയിട്ടും ട്രാൻസ്ഫർ ചെയ്യും. ഈ ഒരു മെത്തേഡ് ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമുക്ക് ടൈം സേവ് ചെയ്യാനും ഇങ്ങനത്തെ മെത്തേഡാണ് നോർമലി കമ്പനീസ് പ്രിഫർ ചെയ്യുന്നത്. ഇനി അടുത്തത് ഇൻകോർപ്പറേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലാബിലിറ്റീസ്. ഇപ്പോൾ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഇനി അസറ്റ് ആൻഡ് ലാബിലിറ്റീസ്. അസറ്റ് ആൻഡ് ലാബിലിറ്റീസ് റിഗാർഡ്ലെസ് ഓഫ് മെത്തേഡ് യൂസ് ബ്രാഞ്ച് അസറ്റ് ആൻഡ് ലാബിലിറ്റീസ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ സെയിം വേ. അസറ്റ് ആകുമ്പോൾ എന്തെയും ഈച്ച് അസറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഡെബിറ്റ് ചെയ്ത് ബ്രാഞ്ച് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. ബ്രാഞ്ച് അക്കൗണ്ടിനെ ഓരോ ബ്രാഞ്ച് അസറ്റിനെയും ഡെബിറ്റ് ചെയ്തുകൊണ്ട് ആ ബ്രാഞ്ച് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ക്യാഷ്, ഡെപ്റ്റർ, ക്ലോസിംഗ് സ്റ്റോക്ക്, ഫർണിച്ചർ, ഇതൊക്കെ എന്ത് ചെയ്യും, ഇതൊക്കെ ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് എന്നുള്ള പേരിൽ ഡെബിറ്റ് ചെയ്യും, എന്നിട്ട് ആ ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്യും. ലാബിലിറ്റീസ് ആകുമ്പോൾ നേരെ തിരിച്ചായിരിക്കും, ബ്രാഞ്ച് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു, ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് ഇൻഡിവിജ്വൽ ലാബിലിറ്റീസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. ഈ രീതിയിലാണ് എന്ത് ചെയ്യും, നമ്മൾ അസറ്റും അതുപോലെ തന്നെ ലാബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യുക. അസറ്റ് ആകുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ആണ് ചെയ്യുക, ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്ററിനെ അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. ഇനി ലാബിലിറ്റീസ് ആണെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും, ഓരോ ഇൻഡിവിജ്വൽ ലാബിലിറ്റീസിനെയും ക്രെഡിറ്റും ചെയ്യും. ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഇതൊക്കെയാണ് നോർമലി ബിസിനസ്സിൻ്റെ ലാബിലിറ്റീസ്. ഈ ലാബിലിറ്റീസിനെ നോർമലി ക്രെഡിറ്റ് ചെയ്യും, എന്നിട്ട് ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. ഈ എൻട്രീസ് എല്ലാം ചെയ്യുന്നത് ഹെഡ് ഓഫീസിൻ്റെ ബുക്സിലാണ്.
ഓക്കെ, ഇനി ഹെഡ് ഓഫീസിൻ്റെ ബുക്സ് കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യും? ഈ ബ്രാഞ്ചിൻ്റെ ബുക്സിൽ എന്ത് ചെയ്യും? ഈ എൻട്രീസ് എല്ലാം ക്ലോസ് ചെയ്യണം. കാരണം ഓരോ ബ്രാഞ്ചും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അക്കൗണ്ടിങ് റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓരോ ബ്രാഞ്ചിൻ്റെ ബുക്കിലും എന്ത് ചെയ്യും? ഈ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ബ്രാഞ്ച് ബുക്കിലും ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു കേസിൽ എന്ത് ചെയ്യും? ഒന്നാമത്തെ കേസ് ആദ്യമായിട്ട് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ആൾ റവന്യൂ ഐറ്റം ടു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബ്രാഞ്ചിൻ്റെ എല്ലാ റവന്യൂ ഐറ്റും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കോമൺ അല്ലെങ്കിൽ ഹെഡ് ഓഫീസിൻ്റെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഹെഡ് ഓഫീസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ കേസിൽ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്നുള്ള എൻട്രിയാണ് ബ്രാഞ്ച് അക്കൗണ്ടിൽ പാസ് ചെയ്യുക. ലോസ് ആണെങ്കിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഈ ഒരു എൻട്രിയാണ് ലോസ് ആണെങ്കിൽ പാസ് ചെയ്യുക. ഈ എൻട്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യും? ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ബ്രാഞ്ചിൻ്റെ അസറ്റ് അല്ലെങ്കിൽ ബ്രാഞ്ചിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും കൂടെ ആഡ് ആയിട്ട് വരും. ഇനി എന്ത് ചെയ്യും? ചില കേസസിൽ കംപ്ലീറ്റ് ക്ലോസിങ്ങിന് വേണ്ടിയിട്ട് ബ്രാഞ്ചിൻ്റെ ബാലൻസ് ഷീറ്റും കൂടെ ട്രാൻസ്ഫർ ചെയ്യും. അതായത് അസറ്റ് ആൻഡ് ലയബിലിറ്റീസും കൂടെ ട്രാൻസ്ഫർ ചെയ്യും. അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻഡിവിജ്വൽ അസറ്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. എന്നാൽ ലയബിലിറ്റീസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്നുള്ള എൻട്രിയാണ് പാസ് ചെയ്യുക. ഈ ഒരു കേസിൽ എന്താണ് പറയുന്നത് വെച്ചാൽ നമ്മൾ ബ്രാഞ്ചസിൻ്റെ അസറ്റും ലയബിലിറ്റീസും ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആദ്യം അസറ്റ് എന്ത് ചെയ്യും? നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ അസറ്റും ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ട്രാൻസ്ഫർ ആവും. എന്നിട്ട് ഹെഡ് ഓഫീസിനെ ഡെബിറ്റ് ചെയ്താൽ അത് ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആവും. ഇനി ലയബിലിറ്റീസിൻ്റെ കേസിൽ എന്ത് ചെയ്യും? ലയബിലിറ്റീസിൽ ഡെബിറ്റ് ചെയ്ത് ഹെഡ് ഓഫീസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ലയബിലിറ്റീസും ഹെഡ് ഓഫീസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും. ഇനി കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇങ്ങനെ ഓരോ ട്രാൻസ്ഫറും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹെഡ് ഓഫീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റയർ ബിസിനസ്സിന് വേണ്ടിയിട്ട് എല്ലാ ബ്രാഞ്ചും ഹെഡ് ഓഫീസും എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. അതിലെന്തൊക്കെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? എല്ലാ ബ്രാഞ്ചിൻ്റെയും എല്ലാ ഹെഡ് ഓഫീസിൻ്റെയും എല്ലാ ഒറ്റ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് ഉണ്ടാവുക. അതിലെല്ലാ ബ്രാഞ്ചിൻ്റെയും കംപ്ലീറ്റ് ബിസിനസ്സിൻ്റെ എൻ്റയർ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും അത്. അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ എൻ്റയർ ബിസിനസ്സിൻ്റെ അസറ്റും ലയബിലിറ്റീസും ആണ് അതിൽ ഉണ്ടാവുക. കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെ കോമ്പൈൻ ചെയ്യുന്നത്? ഹെഡ് ഓഫീസ് അസറ്റ്, ബ്രാഞ്ച് അസറ്റ്, ഹെഡ് ഓഫീസ് ലയബിലിറ്റീസ്, ബ്രാഞ്ച് ലയബിലിറ്റീസ്, ബ്രാഞ്ച് പ്രോഫിറ്റ്, ഹെഡ് ഓഫീസിൻ്റെ പ്രോഫിറ്റ്, ഇതെല്ലാം കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും ഇപ്പോൾ ഈ റെസിപ്രോക്കൽ ബാലൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു ട്രാൻസാക്ഷൻസ് നമ്മൾ ബ്രാഞ്ചിലും റെക്കോർഡ് ചെയ്യും, അതുപോലെ തന്നെ ഹെഡ് ഓഫീസിലും റെക്കോർഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ എപ്പോഴും ബ്രാഞ്ച് അക്കൗണ്ടും ഹെഡ് ഓഫീസ് അക്കൗണ്ടും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഒരു ഭാഗത്ത് ഡെബിറ്റും ഒരു ഭാഗത്ത് ക്രെഡിറ്റും ആയിരിക്കും കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ വരിക. അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഡെബിറ്റും ക്രെഡിറ്റും കൂടി ഈക്വൽ ആയിട്ട് വന്ന് എന്ത് ചെയ്യും? അത് 0 ആയിട്ട് പോകും. അത് ഈ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരില്ല, അപ്പിയർ ആവില്ല. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത സമ്മറി ഒന്ന് നോക്കാം. എന്താണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ്? ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് മെയിൻറ്റെയിൻ കംപ്ലീറ്റ് ബുക്ക് അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം. ഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് നമ്മൾ പറഞ്ഞു, ഡിപെൻഡൻറ്റ് ബ്രാഞ്ച് ആകുമ്പോൾ ഹെഡ് ഓഫീസ് ആയിരിക്കും ബ്രാഞ്ചസിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ് എല്ലാം ചെയ്യുന്നത്. എന്നാൽ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് ആകുമ്പോൾ കംപ്ലീറ്റ് ബുക്ക് ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ബുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ ബ്രാഞ്ച് മെയിൻറ്റെയിൻ ചെയ്യും. ഹെഡ് ഓഫീസ് അക്കൗണ്ട് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ആണ് റെസിപ്രോക്കൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്. നമ്മൾ പറഞ്ഞു ഹെഡ് ഓഫീസ് അക്കൗണ്ട്, ബ്രാഞ്ച് അക്കൗണ്ട്. ഒരു ട്രാൻസാക്ഷൻസ് ബ്രാഞ്ചും ഹെഡ് ഓഫീസും തമ്മിലൊരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യാനുള്ള അക്കൗണ്ടുകളാണ് ഹെഡ് ഓഫീസ് അക്കൗണ്ടും ബ്രാഞ്ച് അക്കൗണ്ടും. ഇത് റെസിപ്രോക്കൽ ആയിരിക്കും. അതായത് ഒരു എൻട്രി ബ്രാഞ്ച് അക്കൗണ്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അഗേൻസ്റ്റ് ഒരു എൻട്രി ഹെഡ് ഓഫീസ് അക്കൗണ്ടിലും ചെയ്യും. അതുപോലെ തന്നെ ഇത് പേഴ്സണൽ അക്കൗണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ തന്നെ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, ക്യാഷ് ഇൻ ട്രാൻസിറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യും? ഇയർ എൻഡിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇയർ എൻഡിൽ ചില ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഉണ്ടാവും. നമ്മളൊരു ബ്രാഞ്ച് നിന്ന് ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് അയച്ചു, അത് അവിടെ എത്തിയിട്ടില്ല, അതിനാണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയാം. ഈ ഒരു എൻട്രി പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മളെ ഈ ബ്രാഞ്ച് അക്കൗണ്ടും ഹെഡ് ഓഫീസ് അക്കൗണ്ടും എപ്പോഴും ഈക്വൽ ആയിട്ട് മാച്ചായിട്ട് പോവുള്ളൂ. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആർ പാസ്ഡ് ഓൺലി വൺസ്, യൂഷ്വലി ബൈ ഹെഡ് ഓഫീസ്. നോർമലി ഒരു ബുക്സിൽ മാത്രമായിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് പാസ് ചെയ്യുക. നോർമലി ഹെഡ് ഓഫീസ് ആയിരിക്കും അത് പാസ് ചെയ്യുക.
പിന്നെ ഹെഡ് ഓഫീസ് നോർമലി അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് നോർമലി ബ്രാഞ്ചസിലേക്ക് പീരിയോഡിക്കലി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. കാരണം എന്താണ്, ഈ എക്സ്പെൻസ് എക്സാക്ട്ലി ഈ ബ്രാഞ്ചിൻ്റെ ബിസിനസ്സിനും കൂടെ വന്നിട്ടുള്ളതാണ്. അത് ആ ഒരു എക്സ്പെൻസ് പ്രോപ്പറായിട്ട് ബ്രാഞ്ചിൻ്റെ ബുക്സിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്പെൻസ്, ഈ ഒരു ജനറൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എല്ലാ ബ്രാഞ്ചസിലേക്കും അലോക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഡിപ്രിസിയേഷൻ, ചില കേസിൽ എന്ത് ചെയ്യും, ഹെഡ് ഓഫീസ് ആയിരിക്കും ബ്രാഞ്ചസിൻ്റെ ഡിപ്രിസിയേഷൻ അസറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും, പീരിയോഡിക്കലി ഈ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഈ ഹെഡ് ഓഫീസ് ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇന്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ് ആർ ട്രീറ്റഡ് ആസ് ട്രാൻസാക്ഷൻ ത്രൂ ഹെഡ് ഓഫീസ്. നോർമലി ഇന്റർ ബ്രാഞ്ച്, ഇപ്പോൾ ഒരു ബ്രാഞ്ചും മറ്റൊരു ബ്രാഞ്ചും തമ്മിലുള്ള ട്രാൻസാക്ഷനാണ് ഇന്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. ഇത് നോർമലി ഹെഡ് ഓഫീസ് ത്രൂ ആയിരിക്കും. ഡയറക്റ്റ് ബ്രാഞ്ചസ് ട്രാൻസാക്ഷൻ ചെയ്യാതെ ഹെഡ് ഓഫീസ് ത്രൂ ട്രാൻസാക്ഷൻ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇന്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ് ട്രീറ്റ് ചെയ്യാം. ബ്രാഞ്ച് ബാലൻസസ് ആർ ഇൻകോർപ്പറേറ്റഡ് യൂസിങ് ഡീറ്റെയിൽഡ് ഓർ ഷോർട്ട് കട്ട് മെത്തേഡ്, അബ്രിഡ്ജഡ് മെത്തേഡ്. അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ബ്രാഞ്ച് ബാലൻസസ് നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ ബ്രാഞ്ച് ബാലൻസ് നമുക്ക് രണ്ട് രീതിയിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒന്ന് ഡീറ്റെയിൽഡ് മെത്തേഡ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡ്. പിന്നെ ബ്രാഞ്ച് പ്രോഫിറ്റ് ബിക്കം പാർട്ട് ഓഫ് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒരു ഗ്രൂപ്പിൻ്റെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ബ്രാഞ്ച് പ്രോഫിറ്റ് അതിൻ്റെ ഒരു പാർട്ടായിരിക്കും. കൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബ്രാഞ്ചിൻ്റെയും ആസ് എ ബിസിനസ് ഹോൾ എന്നുള്ള രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ അടുത്ത പോയിന്റ്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കോമ്പൈൻ ദ ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് വൈൽ എലിമിനേറ്റിംഗ് റെസിപ്രോക്കൽ ബാലൻസസ്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഹെഡ് ഓഫീസിൻ്റെയും ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കോമ്പൈൻ ചെയ്ത് ഒരുമിച്ചും അത് എന്ത് ചെയ്യും, റെസിപ്രോക്കൽ ബാലൻസസ്. നമ്മൾ നേരത്തെ പറഞ്ഞ റെസിപ്രോക്കൽ ബാലൻസ് എന്തായിരുന്നു, ഹെഡ് ഓഫീസിൻ അക്കൗണ്ട് ബാലൻസ്, ബ്രാഞ്ച് അക്കൗണ്ട് ബാലൻസ്, ഇതിനെ റെസിപ്രോക്കൽ ബാലൻസ് എന്ന് പറയാം. ഇത് അവോയ്ഡ് ചെയ്തുകൊണ്ട് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ഈ എൻട്രീസ് ചില ആളുകൾക്ക് ചില കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അതൊന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഓരോ ഇൻ്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ്, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്, ഇതൊക്കെ നോർമലി എക്സാമിന് ചോദിക്കുന്ന പാർട്ടാണ്. ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.